ഐ കാൺ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഐ എം അനേബിൾ ടു ഡു ദാറ്റ് ആണെങ്കിലോ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ്. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്താ? കാണ്ട്, അനേബിൾ ടു, വ്യത്യാസം ഒന്നുമില്ല. പക്ഷെ സന്ദർഭങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോ ഓഫീസിലാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അത് ഫോർമൽ ലാംഗ്വേജ് ആയി, അവിടെ അനേബിൾ ടു. അതല്ല കാഷ്വലി പറയണം, എടാ എനിക്കത് ചെയ്യാൻ കഴിയില്ല. കാഷ്വലി നമ്മുടെ സുഹൃത്തുക്കളോട് ബന്ധുക്കളോടൊക്കെ പറയുമ്പോൾ നോ ഐ കാൺ ഡു ദാറ്റ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഫോർമൽ ലാംഗ്വേജിൽ നമ്മളൊരു മെയിൽ അയക്കുമ്പോഴോ ഒരു ലെറ്റർ എഴുതുമ്പോഴോ ഒക്കെ, അല്ലെങ്കിൽ ഓഫീസറോട് നമ്മളൊരു കാര്യം ഇൻഫോം ചെയ്യുമ്പോൾ, സർ, നമ്മൾ എഴുത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഐ എം അനേബിൾ ടു പ്രോസസ് യുവർ പേയ്മെന്റ് ഡ്യൂ ടു എ ടെക്നിക്കൽ ഇഷ്യൂ, ഇങ്ങനെയൊക്കെയാണ് പറയുക. കണ്ടോ? ഇപ്പൊ നമ്മൾ ഓഫീസിൽ ഇൻഫോം ചെയ്യണം, സർ ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് ഐ എം അനേബിൾ ടു ഫിനിഷ് ദിസ് വർക്ക് ഇൻ 2 weeks. അപ്പോൾ വളരെ നല്ല ഭാഷയാണ്. ഫോർമലി പറയുമ്പോൾ അനേബിൾ ടു, നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളടുത്തൊക്കെ ഐ കാണ്ട്. ഓക്കെ, സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. അറിഞ്ഞ് ഗ്രാമർ പഠിക്കാം. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 2.5 മാസം ഗ്രാമർ ക്ലാസ് തന്നെ ഉണ്ടാവും. അത് എത്ര തവണ വേണമെങ്കിലും ടീച്ചറുടെ ബേസ് ക്ലാസ്, ഗ്രാമർ ക്ലാസ് ലൈവായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. ഇനി അതിനോടൊപ്പം തന്നെ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുകയും ചെയ്യും. ഇനി ഇന്റർമീഡിയറ്റിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ 350 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. അഡ്വാൻസ്ഡ് കോഴ്സിനാണെങ്കിലോ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. പക്ഷെ അത് സാധാ ബേസ് കോഴ്സ് പോലെയല്ല, കുറച്ച് ടഫാണ്, പക്ഷേ എങ്കിലും ഓക്കെയാണ്. സോ വെൽക്കം ടു ഷനൈൻസ് അക്കാഡമി. താങ്ക് യു.